ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഉണ്ണിച്ചിൻ്റെ മുടി ഒന്ന് വെട്ടാൻ പോയാലോ? എപ്പോഴും ഉണ്ണിച്ചിനെ മുടി വെട്ടാൻ കൊണ്ടുവന്ന ആരാ? മോച്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ മുടി വെട്ടാൻ വേണ്ടി എത്തി. അവിടെ ചെന്നപ്പോഴോ അവിടെ ഭയങ്കര തിരക്കും. അതാണെങ്കിൽ ഒരു മെയിൽ സലോണാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സമയം എങ്ങനെ കളയണ്ടേന്ന് ഉണ്ണിക്കുട്ടന് ഒരു രക്ഷയില്ല. അതിന് ഉണ്ണിക്കുട്ടൻ ആദ്യം അവിടെ ഇരുന്ന് മാഗസിൻ എടുത്ത് വായിച്ചു നോക്കി. എല്ലാം മനസ്സിലായതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ അതങ്ങ് അടച്ചു വെച്ച്. അപ്പോൾ ദേവി ചേച്ചി ഒരു സൈഡിൽ കൂടെ വായിക്കുന്നുണ്ട്. അങ്ങനെ വായനയെല്ലാം കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും ഓർക്കുന്നത്, ആഹാ എന്നാൽ ഇത്രയും വായിച്ചില്ലേ, ഇനി എന്നാൽ കുറച്ച് നേരം അങ്ങോട്ട് യോഗ ചെയ്യാമെന്ന്. എപ്പോഴും അമ്മയാണെങ്കിൽ യോഗ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങളും കൂടെ കുറച്ച് നേരം യോഗ ചെയ്താൽ എന്താ കുഴപ്പം? അമ്മയാണെങ്കിൽ രാവിലെ ചെയ്യുന്ന കാണാം, ചിലപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യുന്ന കാണാം, ചിലപ്പോൾ വൈകിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയും സമയം പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ ഓർത്തു, എന്നാൽ കുറച്ച് കാലറിയും കൂടെ ഓടി അങ്ങ് തീർത്തേക്കാന്ന്. അങ്ങനെ ഓടി തീർത്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അങ്കിൾമാർ വിളിച്ചു, ഉണ്ണിച്ചാ കയറി വാ. അപ്പോഴോ ഉണ്ണിച്ച ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ചെന്ന്. കാരണം എന്താ, ആ അങ്കിളുമാരും ഉണ്ണിച്ചനും മോച്ചയും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഉണ്ണിച്ചൻ്റെ മുടി എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പം സത്യത്തിൽ എനിക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് വെട്ടേണ്ടത്. ഞാൻ പറഞ്ഞു, നല്ല സ്റ്റൈലായിട്ടങ്ങ് വെട്ടിയത്, ഒരു വരയും ഇട്ടങ്ങ് കൊടുക്കുക, ഉണ്ണിക്കുട്ടൻ അങ്ങ് പൊളിക്കട്ടെ എന്ന്. അങ്ങനെ മുടിയെല്ലാം വെട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മുടി വെട്ടിയതിൻ്റെ ഒരു ജാട ഉണ്ണിച്ചൻ്റെ മുഖത്തുണ്ട് കേട്ടോ. ദേവി ചേച്ചി കുറച്ച് പിണങ്ങിയിരിക്കുക. ഉണ്ണിക്കുട്ടൻ്റെ കൂടെ മുടി വെട്ടാൻ ഞാൻ അകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞുള്ള പിണക്കമാണ്. എന്നാലും സാരമില്ല, ഞങ്ങൾക്ക് പോരാൻ നേരത്തെ കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ സാധനം എല്ലാം മേടിച്ച് നേരെ ഇങ്ങ് വീട്ടിൽ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ.